8 അടി നീളം, സാമാന്യം ഭാരം. പിടിക്കപ്പെട്ടുവെന്ന് ഉറപ്പിക്കുമ്പോഴേക്കും കക്ഷി പക്ഷേ മെരുങ്ങാനൊന്നും തയ്യാറായില്ല. റെസ്ക്യൂ ബാഗിനുള്ളിൽ കയറാനുള്ള നിർദ്ദേശം തുടക്കത്തിലൊക്കെ അവഗണിച്ചുവെങ്കിലും ഒടുവിൽ അത് സംഭവിച്ചു. വനംവകുപ്പ് പത്തനംതിട്ട റാന്നി RRT സംഘത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഓപ്പറേഷൻ ഒന്ന് കണ്ടുവരാം. ചിറ്റാർ നീലിപ്പിലാവിലാണ് 8 അടി നീളക്കാരൻ വീട്ടുപരിസരത്ത് പതുങ്ങി വന്നത്. വീട്ടുകാർ നിലവിളിച്ചു കൊണ്ടോടി. മഴ പെയ്തു തുറന്ന് രാത്രി ഇരതേടി ഇറങ്ങിയ രാജവെമ്പാലയെ പിടികൂടാനുള്ള വിളി അങ്ങനെ റാന്നിയിലെത്തി. സംഘാംഗങ്ങൾ എത്തുന്നത് അറിഞ്ഞുകൊണ്ടാകണം കക്ഷി പരിസരത്തെ കുറ്റിക്കാട്ടിലൊളിച്ചു. പിടികൂടാനുള്ള പലകുറി ശ്രമങ്ങൾ അതിജീവിച്ച രാജന്റെ വാലിൽ തന്നെ ഒടുവിൽ പിടികിട്ടി. റെസ്ക്യൂ ബാഗ് തയ്യാറാക്കി നിന്നതല്ലാതെ രാജവെമ്പാല ഉള്ളിൽ കയറാൻ കൂട്ടാക്കിയില്ല. ഇടയ്ക്ക് തന്നെ കുരുക്കിയവന് നേരെ വായ തുറന്ന് വരികയും ചെയ്തു. രാത്രി എന്നുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ റെസ്ക്യൂവിന് എടുക്കുമ്പോൾ. അത് പാമ്പ് ആകുമ്പോഴത്തേക്ക് കൂടെ റിസ്ക് കൂടുതലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നലെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോടിനോട് ചേർന്നൊരു ഈ മുളംകാടിൻ്റെ ഇടയിൽ നിന്നാണ് എടുത്തത്. മുളംകാടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള പൊടിച്ച് നിൽക്കുന്ന സ്ഥലം, അത്രേ ഉള്ളൂ. പിന്നെ ജനവാസ മേഖലയായിരുന്നു. പിടിവിട്ട നീളമുള്ളതിനാൽ തന്നെ രാജവെമ്പാലയെ കെണിയിലാക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണം. പാമ്പിന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടാകണം ഓരോ നീക്കവും. അതിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ശ്രദ്ധ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ ശ്രദ്ധ മാറ്റി നമ്മൾ സഞ്ചി ഒരുക്കി കൊടുത്ത് അതിലേക്ക് കയറ്റി പിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാലിലൊരു കൺട്രോൾ എപ്പോഴും നമുക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതങ്ങനെ മുന്നോട്ട് വന്നാലും നമുക്ക് സ്റ്റിക്ക് വെച്ച് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഒടുവിൽ റെസ്ക്യൂ ബാഗിനുള്ളിൽ ഒളിച്ച രാജവെമ്പാലയുമായാണ് RRT സംഘം അവിടം വിട്ടത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ ചേരുന്നുണ്ട് തത്സമയം. അഭിലാൽ, ഈ പാമ്പ് പിടുത്തം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. ഇതാണെങ്കിൽ 1.5 നീളമുള്ള വലിയൊരു പാമ്പും കുറച്ച് റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. ഒരേ സമയം പേടിയും ഉദ്യോഗസ്ഥരോട് വലിയ ബഹുമാനവും തോന്നി. എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ RRT സംഘം ആ പാമ്പിനെ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ അനുഭവങ്ങളും ആ കഥയും ഒന്നങ്ങ് വിശദീകരിച്ചോളൂ. വന്യജീവികൾ, അത് ആനയോ കടുവയോ പുലിയോ കാട്ടുപോത്തോ എന്തുമാകട്ടെ, ഇവയെ നാട്ടിൽ കണ്ടാൽ നാട്ടുകാർ ആദ്യം വിളിക്കുന്നത് റാന്നി RRT ഓഫീസിലേക്കാണ്. പത്തനംതിട്ട ജില്ല എന്നത് ആകവസ്ഥിതിയുടെ പാതിയിൽ അധികവും വനമേഖലയുള്ള പ്രദേശമാണ്. ഇതുകൂടാതെ വനമേഖലയില്ലാത്ത ആലപ്പുഴ ജില്ല കൂടി റാന്നി RRT ഓഫീസിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അവിടെ നിന്നുള്ള വിളികളിലധികവും പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലും സമീപകാലത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സേവനം വേണ്ടി വന്നത് പാമ്പ് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നിരവധി പാമ്പുകളെ അവർ പിടിക്കുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ ഒരു വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന പരുവത്തിൽ എണ്ണം വർദ്ധിക്കുമ്പോൾ ഗവി വനമേഖലയിലേക്ക് കൊണ്ടുപോയി തുറന്നു വിടുകയാണ് ചെയ്യുക. കഴിഞ്ഞ ദിവസം പിടിച്ച നീലിപ്ലാവിൽ നിന്ന് പിടിച്ച രാജവെമ്പാലം അടക്കം ഏതാനും പാമ്പുകൾ ഇപ്പോൾ തന്നെ അവരുടെ ശേഖരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ റിലീസ് ചെയ്യുന്നതിന് അടുത്ത ദിവസം അപ്പർ മൂഴിയാറിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും RRT സംഘത്തിന്റെ വലിയൊരു ദൗത്യം, അതൊരു വലിയ പാമ്പാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എന്തായാലും ആ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള ഒരു കയ്യടി. അവരുടെ ജോലിയാണ് ചെയ്യുന്നത്, എന്നാൽ പോലും അതിൽ വലിയ റിസ്ക് ഉണ്ട്.